ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഡെയിലി വ്ളോഗ് അതേപോലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്ക് കമൻസ് വരുന്നത് ഡെയിലി വ്ളോഗ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഒരു ഡേ കാണിച്ചതാണ്. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റിയ ഒരു ഡേ ആണെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ കറിയും ഉമ്മ പോകുന്നതിന് മുന്നേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഇത് കണ്ടില്ലേ, അടുക്കള ക്ലീൻ ചെയ്യാനും അതേപോലെ ഞാൻ ഇവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് കറി വെക്കണം, പിന്നെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ. അപ്പം നമുക്കിനി ചിക്കൻ നന്നാക്കാം. ചിക്കൻ നന്നാക്കിയിട്ട് ഈ കാണുന്ന അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഒക്കെ വലിച്ച് വാരിയിട്ടിട്ടാണുള്ള പാത്രം കഴുകാനുണ്ട്, അതേപോലെ അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ ചിക്കൻ ഒന്ന് നന്നാക്കട്ടെ. ഫ്രീസറിൽ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക, കട്ടയായിട്ടാണ് ഉള്ളത്. അപ്പം ഇതൊന്ന് നന്നാക്കിയിട്ട് വേണം ബാക്കി കുറച്ച് കറി വെക്കണം, കുറച്ച് പൊരിക്കണം, പിന്നെ അങ്ങനത്തെയൊക്കെ പരിപാടികളാണ് കേട്ടോ. അല്ലാണ്ട് കാര്യമായിട്ട് പണിയുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന്. ഡെയിലി വ്ളോഗ് ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. വേറെ വീഡിയോസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി താല്പര്യം ഡെയിലി വ്ളോഗ്സാണ്. രസമാണ് ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിക്കൻ കഴുകി വെക്കാം നമുക്കല്ല, എനിക്ക്. ഫ്രീസറിൽ വെച്ചുകൊണ്ട് ചിക്കൻ്റെ നെയ്യൊക്കെ എടുത്ത് കളയാൻ നല്ല എളുപ്പമുണ്ട്. ഇങ്ങനെ കുഞ്ഞു വെക്കാൻ വയ്യ. ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ ഇങ്ങനെ സിങ്കിലിട്ട് കളയ പാത്രം പിന്നെ കഴുകാൻ വിചാരിച്ചു. ഇനിയിപ്പം ഇത് ഉള്ളിയും തക്കാളിയൊക്കെ അരിയാം. ചിക്കനൊക്കെ കഴുകി നന്നാക്കി വെച്ചിട്ടോ. ഇനിയിപ്പം ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് കറി വെക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയും പിന്നെ ചിക്കൻ കറിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം അതൊക്കെ റെഡിയാക്കി.
ചിക്കൻ കറി ഇവിടെ നല്ല രീതിക്ക് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പണീൻ്റെ ഇടയ്ക്ക് കൂടെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുക്കാനാവില്ല, ഭയങ്കര ലാഗായി പോകും. അപ്പോൾ അതുകൊണ്ട് വേണ്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഏകദേശം കറിയും കാര്യങ്ങളൊക്കെ ആയി. ചിക്കൻ കുറച്ച് പൊരിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായത്. അവിടെ ചിക്കൻ തിളച്ച് വന്നു. ചിക്കൻ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ ഈ പൊരിച്ച ചിക്കനും കൂടെ ഒന്ന് സെറ്റായാൽ മാത്രം മതി. അതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് മൂവി കാണാമെന്ന്. സിനിമയിലെ സ്നേഹം വെറും ആർട്ടിഫിഷ്യലാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾ സഹോദരന്മാരുടെ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ട് ആൻഡ് സോ ഇതേ ഇൻസ്പിറേഷനില് ഞങ്ങളുടെ 2 ആമക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഇവർക്കും 2 സഹോദരിമാരെ കണ്ടുപിടിക്കണം എന്ന് കരുതി. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അച്ഛന്റെ വാക്ക് ഞങ്ങൾ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അതിരിക്കട്ടെ, ലാസ്റ്റ് ടൈം ഇങ്ങനെ പാർട്ടി വെച്ചിട്ട് കല്യാണം നടത്താൻ പോണെന്ന് പറഞ്ഞു. ലാസ്റ്റ് ടൈം ഇവർക്ക് വേണ്ടി ഒരു ചേച്ചിയും അനുജത്തിയും കണ്ടുവച്ചിരുന്നു. ബട്ട് മൂത്തവന്റെ ആലോചന ശരിയായപ്പോ അനുജത്തി ഇവനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സോ എഗ്രിമെന്റ് പ്രകാരം നടക്കാത്തതുകൊണ്ട് ചേച്ചിയെ തിരിച്ചയച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതൊരു ഭ്രാന്താലയമാണ്. ഭ്രാന്താലയമൊന്നുമല്ല. സിനിമകളിൽ കാണുന്ന ആ ജീവിത തത്വം ഞങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നു. ഓക്കെ ഇനി കൂടുതൽ ദീർഘിപ്പിക്കാതെ മരുമക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Let's welcome the 2 beautiful princesses. മൂവിയൊക്കെ കണ്ട സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനും അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കഴിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നല്ല അടിപൊളി നല്ല എരിവുള്ള ചിക്കൻ കറിയും അതേപോലെ ചിക്കൻ പൊരിച്ചതും പിന്നെ ഞാനിട്ട് കുറച്ച് അച്ചാറും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, പക്ഷേ രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ നിർബന്ധമാണ്, അല്ലെങ്കിൽ TV. അങ്ങനെ ഞാൻ ഫോണിൽ ആദ്യം എന്തെങ്കിലും മൂവീസോ കാര്യങ്ങളോ എടുത്തു വെക്കും. അത് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ TV ഇതാക്കും. അങ്ങനെയൊക്കെയാണ്. ഫോണില്ലാണ്ട് ഫുഡ് കഴിച്ചാൽ ഇറങ്ങുന്നില്ല. അതിൻ്റെ പേര് ഞങ്ങളിവിടെ എപ്പോൾ വഴക്കാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ശീലമായിപ്പോയി. അനേകം എൻട്രികളിൽ നിന്ന് ഒരു വിദഗ്ധ സമിതി തെരഞ്ഞെടുത്ത 15 നവദമ്പതികളെയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ 15 ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നു. ആ ഭാഗ്യം. കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയി തുണിയൊക്കെ എടുത്ത് ഞാനൊരു ബെഡിൽ കൊണ്ടുപോയിട്ട് അതാകുമ്പോൾ അവിടെ നിന്ന് മടക്കി സെറ്റാക്കിയിട്ട് വേഗം ഓരോരുത്തരെ ഷെൽഫിൽ കയറ്റിയാൽ മതി. ഉണ്ണീന്റെ തള്ളുകൊണ്ടല്ലോ മൂത്തതാന്ന് തോന്നുന്നു. മാങ്ങ വെക്കുക, എപ്പോൾ തിന്നൂല. പറ, അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ പറ. വീണു വീണു അക്കുടു അമ്മച്ചി വരുവാ. രസമുണ്ടോ ഇങ്ങോട്ടത്? ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വളരെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ ബൈ.